ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കരാറിൽ സിഎംആർഎല്ലിനെതിരെ എസ്എഫ്ഐ അന്വേഷണം റദ്ദാക്കണമെന്നുള്ള ഹർജിയിൽ വിധി പിന്നീട്. ന്യൂഡൽഹി. സിഎംആർഎൽ എക്സാലോജിക്ക് മാസപ്പടി കരാറിൽ സിഎംആർഎല്ലിനെതിരെ എസ്എഫ്ഐ. എക്സാലോജിക്കിന് സിഎംആർഎൽ പണം നൽകിയത് അഴിമതി തന്നെയെന്ന് എസ്എഫ്ഐ കോടതിയിൽ വ്യക്തമാക്കി. രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്കും സിഎംആർഎൽ പണം നൽകിയത് അഴിമതി മറച്ചുവെക്കാനാണ്. കേസിൽ വസ്തുതാന്വേഷണം നടത്താൻ അധികാരമുണ്ടെന്നും എസ്എഫ്ഐ ഡൽഹി ഹൈക്കോടതിയിൽ വാദിച്ചു. വാദങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ എഴുതി നൽകാനാണ് കോടതിയുടെ നിർദ്ദേശം. അന്വേഷണം റദ്ദാക്കണമെന്നുള്ള സിഎംആർഎല്ലിന്റെ ഹർജി ഹൈക്കോടതി വിധി പറയാനായി ജനുവരി 20 മാറ്റി. ഇപിയെ മാറ്റിയത് പ്രവർത്തനത്തിലെ പോരായ്മ കൊണ്ട്. തെറ്റുതിരുത്തൽ നടപ്പായെങ്കിൽ മധു മുല്ലശ്ശേരിമാർ ഉണ്ടാകില്ല. തിരുവനന്തപുരം. ഇപി ജയരാജനെ എൽഡിഎഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയത് പ്രവർത്തനത്തിലെ പോരായ്മ കൊണ്ടാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ഇപിയുടെ പ്രവർത്തനത്തിൽ നേരത്തെ പോരായ്മയുണ്ടായിരുന്നു. പോരായ്മ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമം പാർട്ടി നടത്തി. എന്നാൽ അതിനുശേഷവും തിരഞ്ഞെടുപ്പ് സമയത്ത് വിവാദങ്ങളുണ്ടാക്കി. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പദവിയിൽ നിന്ന് മാറ്റിയതെന്നും എം.വി. ഗോവിന്ദൻ ജില്ലാ സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ടിലുള്ള മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. തെറ്റുതിരുത്തൽ രേഖ തിരുവനന്തപുരം ജില്ലയിൽ നടപ്പിലായില്ലെന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞു. തെറ്റുതിരുത്തൽ രേഖ നടപ്പിലായിരുന്നെങ്കിൽ മധു മുല്ലശ്ശേരിമാർ ഉണ്ടാകുമായിരുന്നില്ല. മധു മുല്ലശ്ശേരി നേതാക്കളെ ടൂർ കൊണ്ടുപോയിരുന്നത് 2 തരത്തിലാണ്. മദ്യപിക്കുന്ന നേതാക്കൾക്ക് ഒരു തരം ടൂർ, മദ്യപിക്കാത്ത നേതാക്കൾക്ക് വേറെ ടൂർ. പുതിയ ജില്ലാ സെക്രട്ടറിയെ കാണാൻ മധു എത്തിയത് പണപ്പെട്ടിയുമായാണ്. പണപ്പെട്ടിയിൽ മണക്കുന്ന സ്പ്രേയും വിലപിടിപ്പുള്ള തുണിത്തരങ്ങളും ഉണ്ടായിരുന്നു. മധു ലോഡ്ജ് നടത്തുന്നതും നല്ല രീതിയിലല്ല. ഇതൊക്കെ പാർട്ടി നേതൃത്വം അറിയാത്തത് ഗൗരവതരമാണെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. മംഗലപുരം ഏരിയ സെക്രട്ടറിയായിരുന്ന മധു മുല്ലശ്ശേരിയെ പാർട്ടിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പുറത്താക്കിയിരുന്നു. മധു മുല്ലശ്ശേരി പിന്നീട് ബിജെപിയിൽ അംഗത്വമെടുത്തു. സമ്മേളനം വി. ജോയിയെ ജില്ലാ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുത്തു. എസ്എഫ്ഐയിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ ജോയി 2 തവണ തുടർച്ചയായി വർക്കല മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എംഎൽഎ ആണ്. ജില്ലാ കമ്മിറ്റിയിൽ 8 പുതുമുഖങ്ങളുണ്ട്. എംഎൽഎമാരായ ജി. സ്റ്റീഫൻ, വി. കെ. പ്രശാന്ത്, ഒ.എസ്. അംബിക, മേയർ ആര്യ രാജേന്ദ്രൻ, ആർ.പി. ശിവജി, ഷീജ സുദേവ്, വി. അനൂപ്, വണ്ടിത്തടം മധു എന്നിവരാണ് പുതുതായി ജില്ലാ കമ്മിറ്റിയിലെത്തിയത്. പെരിയ ഇരട്ടക്കൊലപാതകം. പ്രത്യേക സിബിഐ കോടതി വിധി ഡിസംബർ 28. കാസർകോട്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ എറണാകുളം പ്രത്യേക സിബിഐ കോടതി ഡിസംബർ 28 വിധി പറയും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാൽ, കൃപേഷ് എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ സിപിഎം നേതാക്കളാണ് പ്രതികൾ. കേസിന്റെ വാദം പൂർത്തിയായി. മുൻ എംഎൽഎയും സിപിഎം കാസർകോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ.വി. കുഞ്ഞിരാമൻ, സിപിഎം ഉദുമ ഏരിയ സെക്രട്ടറി കെ.എം. മണികണ്ഠൻ, പെരിയ ലോക്കൽ സെക്രട്ടറി ബാലകൃഷ്ണൻ എന്നിവരുൾപ്പെടെ 24 പ്രതികളാണ് കേസിലുള്ളത്. പി. പീതാംബരനാണ് കേസിലെ 1-ാം പ്രതി. കെ.വി. കുഞ്ഞിരാമൻ 20-ാം പ്രതിയാണ്. 2019 ഫെബ്രുവരി 17 രാത്രി കല്യോട് കൂരാങ്കര റോഡിലാണ് ശരത്ലാലും കൃപേഷും വെട്ടേറ്റു മരിച്ചത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിൽ ആദ്യം 14 പേരെ പ്രതികളാക്കുകയും 11 സിപിഎം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 1-ാം പ്രതി പീതാംബരനടക്കം 11 പ്രതികൾ 5.5 വർഷത്തിലേറെയായി ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം നടത്തിയ നിയമപോരാട്ടത്തെ തുടർന്ന് സുപ്രീംകോടതി കേസന്വേഷണം സിബിഐക്ക് കൈമാറി. സിബിഐ അന്വേഷണത്തിൽ 10 സിപിഎം പ്രവർത്തകരെ കൂടി പ്രതി ചേർത്തു. ഇതിൽ 5 പേർ 2021 ഡിസംബറിൽ അറസ്റ്റിലായി. ഇവരിപ്പോൾ കാക്കനാട് ജയിലിലാണ്. മുൻ എംഎൽഎ കെ.വി. കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള 5 പേർ ജാമ്യമെടുത്തു. 2023 ഫെബ്രുവരിയിൽ ആരംഭിച്ച വിചാരണ 1 വർഷവും 8 മാസവും പിന്നിട്ടാണ് പൂർത്തിയാക്കിയത്. 280ഓളം സാക്ഷികളുണ്ടായിരുന്ന കേസിൽ പ്രോസിക്യൂഷൻ 154 സാക്ഷികളെ വിസ്തരിച്ചു. ശാസ്ത്രീയമായ തെളിവുകളും ആയുധങ്ങളും രക്തം പുരണ്ട വസ്ത്രങ്ങളും കോടതിയിൽ ഹാജരാക്കി. ആദ്യം ബേക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിൽ ആദ്യഘട്ടത്തിൽ 14 പേർ അറസ്റ്റിലായിരുന്നു. പിന്നീട് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബങ്ങൾ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി അന്വേഷണ ചുമതല സിബിഐക്ക് കൈമാറി. തിരുവനന്തപുരം യൂണിറ്റ് ഡിവൈഎസ്പി അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ 10 പേരെ കൂടി പ്രതി ചേർക്കുകയും 5 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 1300ഓളം പേജുള്ള കുറ്റപത്രമാണ് സിബിഐ കോടതിയിൽ നൽകിയത്. സിബിഐക്ക് വേണ്ടി ബോബി ജോസഫ്, കാഞ്ഞങ്ങാട് ബാറിലെ അഭിഭാഷകൻ കെ. പത്മനാഭൻ എന്നിവരും പ്രതിഭാഗത്തിനു വേണ്ടി നിക്കോളാസ്, സി. കെ. ശ്രീധരൻ തുടങ്ങിയ അഭിഭാഷകരും കോടതിയിൽ ഹാജരായി. പെട്രോളിനും ഡീസലിനും 5 രൂപ വരെ ഡിസ്കൗണ്ടുമായി സ്വകാര്യ പമ്പുകൾ. പൊതുമേഖലാ കമ്പനികൾ എന്നു കുറയ്ക്കും. സ്വകാര്യ എണ്ണവിതരണ കമ്പനികൾ പെട്രോളിനും ഡീസലിനും ലീറ്ററിന് 5 രൂപ വരെ ഡിസ്കൗണ്ട് ഓഫർ ലഭ്യമാക്കി തുടങ്ങിയതോടെ വെട്ടിലായി പൊതുമേഖലാ എണ്ണവിതരണ കമ്പനികൾ. രാജ്യത്ത് പലയിടത്തും സ്വകാര്യ കമ്പനികളുടെ ഓഫർ മൂലം പൊതുമേഖലാ എണ്ണക്കമ്പനികളുടെ പെട്രോൾ പമ്പുകളുടെ വിപണി വിഹിതം ഇടിഞ്ഞുവെന്ന് പമ്പുടമകൾ പറഞ്ഞു. പൊതുമേഖലാ എണ്ണക്കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, IOC, ഭാരത് പെട്രോളിയം, BPCL, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, HPCL എന്നിവയും ലീറ്ററിന് 5 രൂപ വരെ അടിയന്തരമായി കുറയ്ക്കണമെന്ന സമ്മർദ്ദവുമായി പമ്പുടമകൾ രംഗത്തെത്തിയിട്ടുണ്ട്. സ്വകാര്യ കമ്പനികളായ റിലയൻസ് BP,
നയാര എന്നിവയാണ് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 മുതൽ 5 രൂപ ഡിസ്കൗണ്ട് ഓഫർ പ്രഖ്യാപിച്ചത്. ഹാപ്പി അവേഴ്സ് ഡിസ്കൗണ്ട് എന്ന പേരിൽ ഇവ ഡിസ്കൗണ്ട് ഓഫർ ആരംഭിച്ചതോടെ രാജ്യത്ത് പലയിടത്തും വിപണി വിഹിതത്തിൽ 50% വരെ നഷ്ടമായെന്ന് പൊതുമേഖലാ കമ്പനികളുടെ പെട്രോളിയം ഡീലർമാർ വ്യക്തമാക്കി. വില വെട്ടിക്കുറയ്ക്കണമെന്ന ആവശ്യവുമായി രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഹരിയാന, ഡൽഹി, പഞ്ചാബ്, ബീഹാർ എന്നിവിടങ്ങളിലെ പമ്പുടമകളും രംഗത്തെത്തിയിട്ടുണ്ട്. ഹാപ്പി അവേഴ്സ് ഡിസ്കൗണ്ട് ഓഫർ പ്രകാരം രാവിലെ 10-നും വൈകിട്ട് 5-നും ഇടയ്ക്ക് ഇന്ധനം നിറയ്ക്കുന്നവർക്ക് പെട്രോളിന് ലിറ്ററിന് 3 രൂപ വീതം ഡിസ്കൗണ്ട് എന്നാണ് ജിയോ ബിബിയുടെ സാമൂഹിക മാധ്യമ പരസ്യം വ്യക്തമാക്കുന്നത്. മിനിമം 1000 രൂപയ്ക്ക് ഇന്ധനം നിറച്ചാൽ പരമാവധി 5 രൂപ വരെ ഓരോ ലിറ്ററിനും ഡിസ്കൗണ്ട് വാഗ്ദാനവുമുണ്ട്. അവസാനം വില മാറിയത് ഒക്ടോബർ 30-ന്. രാജ്യത്ത് ആകെ 90,639 പെട്രോൾ പമ്പുകളുണ്ടെന്നാണ് കണക്കുകൾ. ഇതിൽ 90% പൊതുമേഖലാ എണ്ണക്കമ്പനികളുടേതാണ്. രാജ്യത്തെ മൊത്തം ഇന്ധന വിൽപ്പനയിൽ 90 മുതൽ 95% വരെ കൈയാളുന്നതും പൊതുമേഖലാ എണ്ണക്കമ്പനികളാണ്. ഈ രംഗത്തേക്കാണ് ഡിസ്കൗണ്ട് ഓഫറുകളുമായി സ്വകാര്യ കമ്പനികൾ കടന്നുകയറുന്നത്. ഇന്ത്യയിൽ ഓരോ ദിവസവും ശരാശരി 7 കോടി പേരാണ് പെട്രോൾ പമ്പിലെത്തുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 30-നാണ് രാജ്യത്ത് പെട്രോൾ, ഡീസൽ വിലയിൽ അവസാനമായി മാറ്റമുണ്ടായത്. പെട്രോൾ പമ്പുടകൾക്കു നൽകുന്ന ഡീലർ കമ്മീഷൻ വർദ്ധിപ്പിക്കുകയും രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ഇന്ധനമെത്തിക്കാനുള്ള സംസ്ഥാനാനന്തര ചരക്കുനീക്ക ഫീസ് കുറയ്ക്കുകയും ചെയ്ത പൊതുമേഖലാ കമ്പനികളുടെ തീരുമാനമാണ് ഇതിന് വഴിയൊരുക്കിയത്. അന്ന് കേരളത്തിൽ ചിലയിടത്ത് ഇന്ധനവില കൂടിയപ്പോൾ ചിലയിടത്ത് കുറയുകയായിരുന്നു. തിരുവനന്തപുരത്ത് പെട്രോൾ വില 107.56 രൂപയായിരുന്നത് 107.48 രൂപയായി കുറഞ്ഞപ്പോൾ ഡീസൽ വില 96.43 രൂപയിൽ നിന്ന് 96.48 രൂപയായി കൂടി. കൊച്ചിയിൽ പെട്രോളിനും ഡീസലിനും വില കുറഞ്ഞിരുന്നു. പെട്രോളിന് 105.57 രൂപയിൽ നിന്ന് 105.49 രൂപയിലേക്കും ഡീസലിന് 94.50 രൂപയിൽ നിന്ന് 94.43 രൂപയിലേക്കുമാണ് കുറഞ്ഞത്. ഒഡീഷയിൽ അന്ന് പെട്രോളിനും ഡീസലിനും 4.69 രൂപ വരെ കുറഞ്ഞിരുന്നു. ക്രൂഡ് ഓയിൽ വിലയുടെ സ്വാധീനം. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില WTI ക്രൂഡ് ഇപ്പോൾ ബാരലിന് $68.78 ബ്രന്റ് ക്രൂഡ് വില $73.22. കഴിഞ്ഞ വാരം 3 ദിവസത്തിനിടെ 5% വരെ വിലയിടിഞ്ഞ ശേഷം ഇപ്പോൾ മെല്ലെ കയറിയിട്ടുണ്ട്. 2025-ൽ പൊതുവെ ക്രൂഡ് ഓയിൽ ഡിമാൻഡ് കുറയുമെന്നാണ് സൗദിയും റഷ്യയും നയിക്കുന്ന OPEC+ കൂട്ടായ്മയുടെ വിലയിരുത്തൽ. മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ ഉപഭോക്താക്കളായ യുഎസിലും ചൈനയിലും ഇറക്കുമതി ഡിമാൻഡ് കുറയുമെന്നും വിലയിരുത്തപ്പെടുന്നു. പുനരുപയോഗ ഊർജ്ജത്തിന്റെ സ്വീകാര്യത വർദ്ധിക്കുന്നതും തിരിച്ചടിയാണ്. 2024-ൽ ക്രൂഡ് ഓയിലിന്റെ ശരാശരി വില ബാരലിന് $80 ആയിരുന്നു. 2025-ൽ ഇത് $70 താഴുമെന്നാണ് ഫിച്ച് പോലുള്ള റേറ്റിംഗ് ഏജൻസികളും കരുതുന്നത്. അതായത് പുതുവർഷത്തിൽ ക്രൂഡ് ഓയിൽ വില താഴ്ന്നു നിൽക്കാനാണ് സാധ്യത. ഫലത്തിൽ അടുത്ത വർഷമെങ്കിലും പെട്രോൾ, ഡീസൽ വില കുറയ്ക്കാൻ പൊതുമേഖലാ എണ്ണക്കമ്പനികൾ നിർബന്ധിതരാകും. ജിയോ ബിബിയും നയാരിയും ലിറ്ററിന് 10 മുതൽ 15 രൂപ വീതം ലാഭമാർജിൻ നേടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതിനാൽ തന്നെ അവ രാജ്യവ്യാപകമായി വിതരണ ശൃംഖല വളർത്തുകയുമാണ്. ഈ വെല്ലുവിളി നേരിടാനും വില കുറയ്ക്കേണ്ടത് അനിവാര്യമാണെന്ന് പൊതുമേഖലയിലെ പമ്പുടമകൾ ചൂണ്ടിക്കാട്ടുന്നു. നടുറോഡിലെ കൂട്ടയടി, വാഹനങ്ങൾ തമ്മിലിറങ്ങി, പിന്നാലെ വിവാഹ പാർട്ടിക്ക് പോയ സംഘവും മറ്റൊരു സംഘവും ഏറ്റുമുട്ടി. തിരുവമ്പാടിയിലെ നടുറോഡിലെ കൂട്ടയടി. വിവാഹ പാർട്ടിയിൽ പങ്കെടുക്കാൻ പോകുകയായിരുന്ന സംഘവും മറ്റൊരു സംഘവും തമ്മിലാണ് നടുറോഡിൽ ഏറ്റുമുട്ടിയത്. വാഹനങ്ങൾ തമ്മിൽ ഉരഞ്ഞതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൂട്ടയടിയിൽ കലാശിച്ചത്. ഏറെ നേരം ഇരു സംഘങ്ങളും തമ്മിലടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. പരാതി കിട്ടാത്തതിനാൽ കേസ് എടുത്തിട്ടില്ലെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടി. ലൈഫ് പദ്ധതിയിലൂടെ ലഭിച്ച വീട് വിൽക്കാനുള്ള കാലാവധി ഉയർത്തി. തിരുവനന്തപുരം സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിലൂടെ ലഭിച്ച വീടുകൾ വിൽക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനുമുള്ള കാലാവധി 12 വർഷമായി ഉയർത്തി. നേരത്തെ കാലാവധി 7 വർഷമായിരുന്നതാണ് 12 വർഷമായി നീട്ടിയിരിക്കുന്നത്. 7 വർഷമെന്നത് ലൈഫ് പദ്ധതിയുടെ ലക്ഷ്യത്തിന് തന്നെ ദോഷകരമാണെന്ന് വിലയിരുത്തിയതിനു പിന്നാലെയാണ് കാലാവധി നീട്ടിയത്. PMAY, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായധനം കിട്ടുന്ന മറ്റു പദ്ധതിയിലെ വീടുകൾ എന്നിവയ്ക്കും ഇതേ വ്യവസ്ഥയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭൂമി പണയപ്പെടുത്തി ബാങ്കുകളിൽ നിന്ന് വായ്പയെടുക്കുന്നതിനും ഇത് ബാധകമാണ്. ഗുണഭോക്താവ് അവസാന വീട് കൈപ്പറ്റിയ തീയതി മുതലാണ് സമയം കണക്കാക്കുക. കഴിഞ്ഞ ജൂലൈ 1 മുതലായിരുന്നു വീടുകൾ കൈമാറുന്നതിനുള്ള കാലാവധി 7 വർഷമായി ചുരുക്കിയത്. അതിനു മുമ്പ് 10 വർഷവും പദ്ധതിയുടെ തുടക്കത്തിൽ 12 വർഷവുമായിരുന്നു കാലാവധി. വരുന്നു പുതിയ ഡ്രൈവർമാർക്ക് 2 വർഷത്തെ നിരീക്ഷണം. ഒന്നിലധികം തവണ നെഗറ്റീവ് പോയിന്റുകൾ ലഭിച്ചാൽ ലൈസൻസ് റദ്ദ് ചെയ്യും. കൊച്ചി, അടുത്ത വർഷം മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുക അത്ര എളുപ്പമായിരിക്കില്ല. റോഡപകടങ്ങൾ കുറയ്ക്കുക ലക്ഷ്യമിട്ട് മോട്ടോർ വാഹന വകുപ്പ് പുതിയ ഡ്രൈവർമാർക്ക് 2 വർഷത്തെ പ്രൊബേഷൻ കാലയളവ് ഏർപ്പെടുത്തുന്നു. ഈ കാലയളവിൽ ഡ്രൈവിംഗ് സംബന്ധമായ കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ടാൽ ഡ്രൈവർമാർക്ക് നെഗറ്റീവ് പോയിന്റുകൾ ലഭിക്കും. ഒന്നിലധികം തവണ ഗതാഗത കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ടാൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദ് ചെയ്യുകയും പിന്നീട് ലേണേഴ്സ് മുതൽ ലൈസൻസ് ലഭിക്കാൻ മുഴുവൻ പ്രക്രിയയും ആദ്യം മുതൽ നടത്തേണ്ടി വരും.
സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളിലെ 70% ലൈസൻസ് ലഭിച്ചതിന്റെ ആദ്യ 3 വർഷങ്ങളിലാണ് സംഭവിക്കുന്നതെന്ന് പഠനത്തിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ നടപടി. റോഡ് അപകടങ്ങൾ താരതമ്യേന കുറവായ ബ്രിട്ടനിലെ രീതി സംസ്ഥാനത്ത് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപകടങ്ങൾ കുറയ്ക്കുന്നതിനായുള്ള വിപുലമായ മാറ്റങ്ങളുടെ ഭാഗമാണ് പ്രൊബേഷൻ സംവിധാനം ഏർപ്പെടുത്തുന്നതെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി നാഗരാജ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു. പുതിയ ലൈസൻസ് ഉടമകളെ പോയിന്റ് അടിസ്ഥാനമാക്കിയുള്ള സംവിധാനത്തിലൂടെ വിലയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സിഗ്നല് മറികടക്കുകയോ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുകയോ പോലുള്ള ഗതാഗത കുറ്റകൃത്യത്തിന് പിടിക്കപ്പെട്ടാൽ പുതിയ ലൈസൻസ് ഉടമയ്ക്ക് 2 നെഗറ്റീവ് പോയിന്റുകൾ നൽകും. 6 തവണ നെഗറ്റീവ് പോയിന്റ് ലഭിച്ചാൽ അവരുടെ ലൈസൻസ് റദ്ദാക്കും. തുടർന്ന് ലേണേഴ്സ് ലൈസൻസിൽ തുടങ്ങി മുഴുവൻ പ്രക്രിയയും അവർ വീണ്ടും നടത്തേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു. കുറ്റകൃത്യങ്ങൾക്ക് ഡ്രൈവർമാർക്ക് പിഴ ചുമത്തുന്നതിന് പുറമെയാണിത്. കുറ്റകൃത്യത്തിന്റെ ഗൗരവമനുസരിച്ച് നൽകുന്ന നെഗറ്റീവ് പോയിന്റുകൾ കൂടുതലായിരിക്കും. ലേണേഴ്സ് ലൈസൻസിന്റെ കാര്യത്തിൽ പുതിയ ലൈസൻസ് ഉള്ളവർ പ്രൊബേഷൻ കാലയളവിന്റെ 1ഉം 2ഉം വർഷങ്ങളിൽ അവരുടെ വാഹനങ്ങൾക്ക് പ്രൊബേഷൻ 1ആം വർഷമെന്നും പ്രൊബേഷന് 2ആം വർഷമെന്നും കാലയളവ് ഏർപ്പെടുത്തും. അപകടങ്ങളോ ഗതാഗത നിയമലംഘനങ്ങളോ ഇല്ലാതെ 1 വർഷം പൂർത്തിയാക്കിയാൽ പുതിയ ലൈസൻസ് ലഭിച്ചവർക്ക് 6 പോയിന്റുകൾ ലഭിക്കും. 12 പോയിന്റുകൾ കൂടി നേടിയാൽ അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കും. അടുത്ത 3 മാസത്തിനുള്ളിൽ ഞങ്ങൾ മാറ്റം അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്ര മുന്നേറ്റം. കാരുണ്യ സ്പർശം വഴി സർക്കാർ വിട്ടുവെച്ചത് 2 കോടി രൂപയുടെ കാൻസർ മരുന്നുകൾ വിതരണം ലാഭരഹിതമായി. മന്ത്രി വീണ ജോർജ്. 3.5 മാസം കൊണ്ട് 2 കോടിയിലധികം രൂപയുടെ കാൻസർ മരുന്നുകൾ വിട്ടുവെച്ച് ആരോഗ്യവകുപ്പ്. 2.01 കോടി രൂപയുടെ കാൻസർ മരുന്നുകളാണ് സർക്കാർ വിട്ടുവെച്ചത്. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആന്റി കാൻസർ ഡ്രഗ്സ് പദ്ധതി വഴിയായിരുന്നു മരുന്നുകൾ വിതരണം ചെയ്തതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. 2.01 കോടി രൂപയുടെ മരുന്നുകൾ 1.34 കോടി രൂപ കുറച്ചാണ് കാരുണ്യ സ്പർശം കൗണ്ടറുകൾ വഴി സർക്കാർ വിതരണം ചെയ്തത്. തികച്ചും ലാഭരഹിതമായാണ് പദ്ധതി വഴി സർക്കാർ മരുന്നുകൾ നൽകുന്നതെന്നും കഴിഞ്ഞ ഓഗസ്റ്റ് 29-ന് മുഖ്യമന്ത്രിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. വില കൂടിയ കാൻസർ മരുന്നുകൾ പരമാവധി വില കുറച്ച് ലഭ്യമാക്കുന്ന പദ്ധതിയിലൂടെ 40,000 രൂപ വില വരുന്ന മരുന്നുകൾ പോലും കേവലം 6,000 രൂപ മാത്രം ഈടാക്കിയാണ് അധികൃതർ വിതരണം ചെയ്യുന്നത്. തുടക്കത്തിൽ 247 ബ്രാൻഡഡ് ഓങ്കോളജി മരുന്നുകളാണ് ലാഭമില്ലാതെ പ്രത്യേക കൗണ്ടർ വഴി ലഭ്യമാക്കിയിരുന്നത്. ഇപ്പോൾ 252 മരുന്നുകളാക്കിയെന്നും മന്ത്രി പറഞ്ഞു. മരുന്നുകൾ സീറോ പ്രോഫിറ്റായാണ് പദ്ധതി വഴി ലഭ്യമാക്കുന്നതെന്നും സംസ്ഥാനത്തെ 74 കാരുണ്യ ഫാർമസികളിലൂടെ രാജ്യത്തെ വിവിധ ബ്രാൻഡഡ് കമ്പനികളുടെ 7,000-ഓളം മരുന്നുകളാണ് വിതരണം ചെയ്യുന്നതെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും തെരഞ്ഞെടുത്ത 14 കാരുണ്യ ഫാർമസികളിലെ കാരുണ്യ സ്പർശം കൗണ്ടറുകൾ വഴിയാണ് ഉയർന്ന വിലയുള്ള ആന്റി കാൻസർ മരുന്നുകൾ ലഭ്യമാക്കിയിട്ടുള്ളത്. കൂടുതൽ കൗണ്ടറുകൾ സ്ഥാപിക്കാൻ അടുത്ത ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് ശ്രമിക്കും. മരുന്നുകൾ ലഭിക്കുന്ന കാരുണ്യ ഫാർമസികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് കൊല്ലം വിക്ടോറിയ ആശുപത്രി, പത്തനംതിട്ട ജനറൽ ആശുപത്രി, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, ഇടുക്കി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി, എറണാകുളം മെഡിക്കൽ കോളേജ്, തൃശൂർ മെഡിക്കൽ കോളേജ്, പാലക്കാട് ജില്ലാ ആശുപത്രി, മലപ്പുറം തിരൂർ ജില്ലാ ആശുപത്രി, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, മാനന്തവാടി ജില്ലാ ആശുപത്രി, കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ്, കാസർഗോഡ് ജനറൽ ആശുപത്രി. നാടെങ്ങും ക്രിസ്തുമസ് ആഘോഷം. നെല്ലിപ്പൊയിലിൽ ക്രിസ്തുമസ് സായാഹ്നം ഇന്ന്. കോടഞ്ചേരി. നെല്ലിപ്പൊയിൽ വിജയവായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ക്രിസ്തുമസ് സായാഹ്നം ഇന്ന് 23 തിങ്കൾ വൈകിട്ട് 6-ന് നടക്കും. കാൽവരികപ്പൂച്ചിൻ ആശ്രമം ഫാദർ ജോബി വട്ടമലോ ക്രിസ്തുമസ് സന്ദേശം നൽകും. വലിയപള്ളിയിൽ ടൗൺ കരോൾ ഇന്ന്. കോടഞ്ചേരി. വലിയപള്ളി വിശുദ്ധ അൽഫോൻസ് ദേവാലയത്തിലെ യുവജന സംഘടനയായ KCYM-ഉം സമുദായ സംഘടനയായ AKCC-യും സംയുക്തമായി നടത്തപ്പെടുന്ന ടൗൺ കരോൾ ഗാനങ്ങൾ 23-ന് നടക്കും. ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച് പുലിക്കയം, നെല്ലിപ്പൊയിൽ, വലിയപള്ളി, തോട്ടുമൊഴി, മുറംപാത്തി എന്നീ ഇടവക അതിർത്തി ടൗണിലൂടെ ചുറ്റിസഞ്ചരിച്ച് ഇടവക വാർഡിലൂടെ കടന്ന് തിരിച്ച് ദേവാലയത്തിൽ എത്തിച്ചേരുന്നു. കോടഞ്ചേരിയിൽ സംയുക്ത ക്രിസ്തുമസ് ആഘോഷം. കോടഞ്ചേരി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ജനുവരി 1-ന് സംയുക്ത ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം കോടഞ്ചേരിയിൽ നടക്കും. ഇതിന്റെ ഭാഗമായി അന്നേ ദിവസം വൈകിട്ട് ടൗൺ കരോൾ, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. കോടഞ്ചേരി കോന്നുകുന്നേൽ KET തോമസ് പാപ്പച്ചൻ 86 അന്തരിച്ചു. സംസ്കാരം ഇന്ന് 23 ഡിസംബർ 24 വൈകിട്ട് 5-ന് കോടഞ്ചേരി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ നടന്നു. ഭാര്യ അന്നക്കുട്ടി വെമ്പിള്ളിൽ, കുടുംബാംഗം കണ്ണോത്ത്. മക്കൾ സണ്ണി, ലൂസി, സജി, അജി, റോജി, പരേതനായ മാത്യു. മരുമക്കൾ ഖാദറിൻ അലസക്കോട്, കോഴിക്കോട് മാത്യു തടത്തിൽ, മഞ്ചേരി ഷീബ പൂട്ടിയാണിക്കൽ, കോടഞ്ചേരി റീന ചിറയിൽ, പൂഴിത്തോട് ഷിനി പെരികിലംതറപ്പേൽ, പുളിരാമുട്ടി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.